ആരാടാ എന്റെ മോനെ അടിച്ചത്? പറയടാ. ഞാനാ അടിച്ചത്. നീ എന്റെ കുഞ്ഞിനെ അടിക്കും അല്ലടാ? അപ്പൻ ഒരുപാട് ഇടി കിട്ടിയല്ലേ? ആദ്യത്തെ ഇടി മാത്രം നടുവും പുറത്തിട്ട് കിട്ടി, രണ്ടാമത്തെ ഇവിടെ കിട്ടി, ബാക്കിയൊക്കെ ഞാൻ നെഞ്ചുകൊണ്ട് തടുത്തില്ലടാ. അവരിടിച്ച് ചമ്മന്തിയാക്കണപ്പാ. അവരെ മാത്രല്ല, ഇനി നിന്നെ ഇടിക്കുന്നവരെ ഒക്കെ നീ തോപ്പിക്കണം. അതിനെന്താണ് അപ്പൊ ഒരു വഴി? വഴിന്ന് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ എങ്ങനെയുണ്ട് മാഷേ? ഇവനെ യേശുദാസാക്കാൻ പറ്റുമോ? നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ഓ ആയിക്കോട്ടെ. ആ മതി മതി മതി. ഇനി പാല് കുടിക്കേ, എന്നിട്ട് ഈ 4 മുട്ട എങ്ങനെ കഴിക്കും? ശബ്ദം നന്നാവട്ടെ. വേണ്ട, നല്ല മോനല്ലേ. അവന് വേണ്ടെങ്കി കൊടുക്കണ്ട. ഇത് പിടിച്ച് കുടിക്കടാ. പറഞ്ഞ മനസ്സിലാവണ്ടേ? അതെങ്ങനെയാ? വയററിയാതെ തീറ്റയും കൊടുക്കും, പ്രായം അറിയാതെ കുഞ്ഞിനെ ലോകത്തുള്ള എല്ലാ വിദ്യകളും പഠിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കോടോ, എന്റെ മകനെ ഞാൻ എല്ലാം പഠിപ്പിക്കും. എല്ലാത്തിലും ഞാൻ അവനെ ഒന്നാമനാക്കുകയും ചെയ്യും. അത് തന്നെ. അങ്ങനെ എനിക്ക് സാധിക്കാതെ പോയതെല്ലാം ഞാൻ എന്റെ മകനിലൂടെ നേടും. അതെ, മലബാർ കാറ്ററിംഗ് സർവീസിന്റെ മാനേജർ തോമസ് ഊട്ടിയാണ് സംസാരിക്കുന്നത്. ഇല്ല എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലടോ. വെക്കണോ ഫോണോടെ? സാർ, കോഴിയുടെ മുട്ടയുടെയും കാര്യമൊന്നും പറഞ്ഞില്ല. നിനക്ക് മുട്ടയിട്ട് വിരിയിപ്പിച്ച് കോഴി ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പൊ കുറച്ച് സമയം കഴിയട്ടെ. എന്താടോ ഇത്? ചക്ക, മാമ്പഴപ്പുളിശ്ശേരിക്ക് ചക്ക. അത് പിന്നെ അയ്യേ, കുറെ പോത്തന്മാരെ കിട്ടിയിട്ടുണ്ട്. എരിശ്ശേരി ഏതാ തലശ്ശേരി ഏതെന്ന് അറിയാൻ പാടില്ലാത്തവന്മാര്. നിനക്ക് ഞാനിപ്പോ ശരിയാക്കി തരാം. സാർ, നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞു വിളിക്കുക. സാറേ, ഈ ഫോണിന് നല്ല റേഞ്ച് ഉണ്ടല്ലോ. റേഞ്ച് ഉണ്ടാ? പറഞ്ഞതുപോലെ ഇതിന് റേഞ്ച് ഉണ്ടല്ലോ. അവിടെ കിടന്ന് തിളക്കട്ടടാ. നിനക്ക് ഞാൻ പറഞ്ഞതിന്റെ സൂത്രം മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ മനസ്സിലായി. സാർ, കോഴിമുട്ട എവിടെന്നാ വാങ്ങേണ്ടതെന്ന് പറഞ്ഞില്ല. സാധാരണ എവിടുന്ന് എടുക്കാറുള്ളത്? കോയമ്പത്തൂർ. അപ്പൊ അവിടുന്ന് തന്നെ എടുക്കാൻ എന്തിനാ എന്റെ പിന്നാലെ കിടന്ന് ഇറക്കണേ? പോടോ. ഇതെന്താ? മത്തങ്ങ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ. മാമ്പഴപ്പുളിശ്ശേരിക്ക് മത്തങ്ങ ഉണ്ടാക്കാൻ കത്തിങ്ങനെ എടുത്തവനെ ഒന്നും കൊല്ലട്ടെ. നിങ്ങൾ വിളിക്കുന്ന ആൽബി ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. അല്പസമയം കഴിഞ്ഞ് വിളിക്കടാ പന്നി. അതേടാ, ഞാൻ തന്നെയാടാ തോമസ്. വെക്കട ഫോണോടെ. ഓ, അവന്റെ ഫോണങ്ങ് കിട്ടിയിരുന്നെങ്കിൽ സാമ്പാറിലേക്ക് എടുത്ത് ഒറ്റ വീക്കായിരുന്നു. ഈ പട്ടന്മാർക്ക് എന്താ ഇവിടെ കാര്യം? ആരായി തോമസ് ഊട്ടി? ഞാനാ. ഞാൻ രാമനാഥൻ. ഗ്ലാഡ് മീറ്റ് യു. ഒന്നിങ്ങ് വന്നേ. എന്താ വിശേഷിച്ച് സ്വാമിമാരെ? ഒക്കെ പറയാം. നിങ്ങളുടെ അച്ഛനും ഒന്നുമല്ലല്ലോ ഞാൻ. ഈ കിട്ടിയതല്ലേ എന്തിനാണെന്ന് മനസ്സിലായോ? എനിക്കിപ്പോ എല്ലാം മനസ്സിലായി പട്ടു ചേട്ടാ. പൂണൂല് കല്യാണത്തിന് വിളമ്പേണ്ട സാമ്പാറിനും ചോറിനും പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? സോറി ചേട്ടാ. ആരറിയോ? നിങ്ങളറിയോ? ആരാ തോമസ്? ഞാനാ. നിങ്ങളാ ക്രിസ്ത്യാനികളുടെ കല്യാണ വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ? എന്നാ നിങ്ങളൊന്ന് മാറിന്നേ. ഇവരുടെ കഴിഞ്ഞതാ. ഇതവിടെയാണ് സ്ഥലം. ഇവിടെ വന്നിട്ട് ചെയ്യാം നമുക്ക്. വാ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി. ഞാൻ കൃതാർത്ഥനാ. നിങ്ങളുടെ കല്യാണ സദ്യക്ക് എത്തിക്കേണ്ട ചിക്കൻ ബിരിയാണിക്ക് പകരം നിങ്ങളുടെ വീട്ടിലെത്തിയത് സാമ്പാറും ചോറുമാണ്. എനിക്കതിൽ ദുഃഖമുണ്ട്. ചേട്ടന്മാരും ഇടുവാ. എനിക്ക് തീരെ വയ്യ.
നിങ്ങളുടെ ചിക്കൻ ബിരിയാണി ദേ ഈ പട്ടിണി ചേട്ടന്മാരുടെ വീട്ടിലുണ്ട്. നിങ്ങളുടെ സാമ്പാറും ചോറും ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യണമെന്ന്. എന്തിനാ ചേഞ്ച് ചെയ്യണേ? നിങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചിക്കൻ ബിരിയാണി കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ പട്ടിണി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. സാമ്പാറും ചോറും കഴിക്കേണ്ട ചേട്ടന്മാരെ ഈ ക്രിസ്ത്യാനി ചേട്ടന്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കാം. അതല്ലേ മത സൗഹാർദ്ദം. അപ്പൊ ചെല്ല് ഒരു മിനിറ്റ് എന്തോ പറയാൻ മറന്നു. ഒന്ന് എല്ലാവരും വന്നേ, എന്ന് വന്നേ. അതെ, കൈക്ക് ബലമുണ്ടെന്ന് കരുതി ആരെയും ഇങ്ങനെ ഇടിക്കരുതടാ, കള്ളപ്പന്നികളെ. എന്റെ ദൈവേ. ദേ അടുത്ത കുരിശു വരുന്നു. ഹലോ, അതെ, എത്രയും പെട്ടെന്ന് രാജിവെക്കാൻ പോണ മാനേജർ തോമസ് കുട്ടിയാണ് സംസാരിക്കുന്നത്. എന്റെ സാറേ, ഞാൻ പറഞ്ഞില്ലേ അവരെവിടെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. മകന്റെ ബർത്ത്ഡേ ആഘോഷിക്കാനായി 2 ദിവസം മുമ്പ് പോയത് അപ്പനും മോനും. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇറങ്ങിയോ? ഇത് ഞാൻ പണ്ട് തല്ലുണ്ടാക്കിയ ബാറല്ലേ? അതെ, അതുകൊണ്ടല്ലേ അപ്പനെ പെട്ടിക്കകത്തിട്ട് പൂട്ടിക്കൊണ്ടുന്നു. ദേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ? ഇല്ലടാ, ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല, ഉറപ്പ്. വണ്ടി വിട്ടോ, നല്ല ബ്രാൻഡിയുടെ മണം. വണ്ടി ഇവിടെ തന്നെ പാർക്ക് ചെയ്തേക്ക്, വീണ്ടും ആവശ്യം വരും. ഓ, ഇവിടെ എന്താ വേണ്ടേ സർ? ഇമ്പോർട്ടന്റ് ഡ്രിങ്ക്സ് ഇല്ലേ? ഉണ്ട്. ജോണി വാക്കർ ബ്ലാക്ക് ലേബിൾ, ഒരു സ്മോളും ഒരു ബിയർ. എനിക്ക് സ്മോൾ വേണ്ട, ലാർജ് മതി. കുളിക്കാനൊന്നും അല്ലല്ലോ, കുടിക്കാനല്ലേ? അത് മതി. വേഗം വേണേ. ഓക്കെ സാർ. ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തോളാം. ഓക്കെ സാർ. വേഗം നാട്ടെ, വേഗം ഒഴിക്കടാ. മതി. ആക്രാന്തം കാണിക്കാതെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കിടന്നുണ്ടാക്കിയ അലമ്പക്കറിയാലോ, ഞാൻ തരാം. തുള്ളി 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 തുള്ളി. ആ വേണ്ടെങ്കി വേണ്ട. ടച്ചിങ്സ് ഇല്ലേ? ഉണ്ടല്ലോ. മൊത്തത്തിലെടുത്ത് തിന്നേക്കരുത്, ഇന്നൊന്നും കഴിക്കാൻ പറ്റില്ല. അതെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് പെട്ടെന്ന് വരാം. പയ്യ വന്നാ മതി, ധൃതി വെക്കണം. ഓ മതി ധാരാളം. ഇപ്പൊ അറിയിച്ചേരാടാ. അപ്പ എന്താ പ്രശ്നം? ഇവന് ഞാൻ ഏത് നഴ്സറിയിലാ പഠിക്കുന്നതെന്ന് അറിയണം, അറിയിച്ചു കൊടുത്തതാ. സോറി, എന്റെ അപ്പനായാലും അപ്പൂപ്പനായാലും ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ മോറേ. ഇവിടെ ഞാൻ ഏത് നഴ്സറിയിലാ പഠിക്കുന്നതെന്ന് എനിക്ക് അറിയണോ? അപ്പ ഇത് ഞാനാ. നീയായിരുന്നു. അയ്യോ, അപ്പനും കുപ്പിയൊക്കെ ഒരു സൈസ് തന്നെ. നിനക്കല്ലേ മാറിപ്പോയേ. ഇപ്പം മനസ്സിലായടാ ഞാൻ ഏത് നഴ്സറിയാന്ന്. കളരിയാടാ, കളരി. എന്നാലൊന്ന് പോയിട്ട് വാ. ഇപ്പൊ എന്താ സംഭവിച്ചത്? അപ്പനെവിടെ നിൽക്ക്, ഞാൻ താ വരുന്നു. ഈ അടി നമുക്ക് പറ്റത്തില്ല, ഈ അടി നമുക്ക് പറ്റും. പൊളിക്കടാ അങ്ങോട്ട്. അപ്പാ പോവാം. അപ്പാ അപ്പാ അപ്പാ. കർത്താവേ, മുങ്ങിയോ? അപ്പാ അപ്പാ
ഇതിനിടയിൽ വന്ന് ഒളിച്ചിരിക്കുകയാണല്ലേ ഞാൻ ഏത് നഴ്സറിയാന്ന് അവന്മാർക്ക് പറഞ്ഞു കൊടുത്തോടാ. എന്റെ അമ്മോ ഫുൾ ബോട്ടിലുണ്ടായിരുന്ന മുഴുവൻ തീർത്തോ ഇല്ല. എന്റെ അമ്മോ